Hey guys, welcome back to my brand new vlog guys. ഇന്നലെ അമ്മായിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന് വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ എന്താ അറിയില്ല, നല്ല സുഖമുണ്ട്. പിന്നെ സ്കൂൾ സ്കൂളൊക്കെ തുറക്കാനായിട്ട് എല്ലാവരും ഓരോരുത്തർ വീട്ടിൽ പോയി. ഇവിടെയുള്ള കുട്ടികളെല്ലാവരും അവരവരെ വീട്ടിൽ പോയിക്കണം ഗൈസ്. അപ്പോൾ അവിടെ തെങ്ങിൻ തോട്ടത്തിൻ്റെ ആ മൂലയ്ക്കായിട്ട് ആരൊക്കെ എന്താ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിരിക്കണേ. 2 ഊഞ്ഞാലുണ്ട്, 2 ഊഞ്ഞാലും അവിടെ കെട്ടി വെച്ചിരിക്കണേ. പോയി നോട്ടെ, അതിൽ കുറച്ച് ഊഞ്ഞാല് പോയിരിക്കാൻ പോട്ടെ. എന്താ ആ ഭാഗത്ത് 2 ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചു. പോയി നോട്ടെ, ആ ഏതിലൊക്കെ ഒന്നിട്ട് കുറച്ചെങ്കിൽ കയറിയിരിക്കട്ടെ. ഈ നട്ടുവെച്ച ഈ കാട്ടുകൂടെ പോകുമ്പോഴാണ് ഒരു ചടപ്പ് പോകുന്നത്. ഈ കാട്ടുകൂടെ നട്ടുവെച്ചൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ പാമ്പ്. ഇവിടെയൊക്കെ എത്ര പാമ്പ് ഉണ്ടുള്ള സ്ഥലം അറിയോ? വേണ്ടോ, ഫുള്ള് കാട്. ഇതൊക്കെ ഈ വെയിലത്ത് എത്ര പാമ്പുണ്ടാവുന്ന. ഹബീബി പിന്നെ എനിക്ക് സീറ്റായിട്ട് നീങ്ങ കാലായിട്ട് ഞാൻ കുറച്ച് ഇരിക്കട്ടെ. കാലുമായിട്ട് എനിക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് ഇരിക്കട്ടെ. നമ്മൾ കയറിയിരുന്ന് കൈസ്. പൊട്ടിയില്ലല്ലോ, കാലും കൂടി എടുത്തേട്ടെ. ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ ഞങ്ങളെ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമുണ്ട്. നല്ല സുഖത്തോടെ ഇങ്ങനെ കടന്നിങ്ങനെ കാറ്റും, നല്ല കാറ്റ്. തെങ്ങിൻ തോട്ടത്തൊക്കെ നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയായിട്ട്. ഇതൊക്കെ എന്തോ ഒരു കാറ്റ് അവിടെയൊക്കെ, അവിടെയും പിന്നെ ഇവിടെയൊക്കെ ഊഞ്ഞാലിൽ ഇങ്ങനെ കടന്നുകൊണ്ട് കാറ്റും കൊണ്ട് വെയിലും കൊണ്ട് കാറ്റത്ത് ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖം അറിയോ? അതിൻ്റെ സുഖം ഒരു വേറെ സുഖം തന്നെയാ. ആ സുഖം വെയിലടിക്കുന്നത്. എനിക്ക് ഇവിടെ കിടന്ന് നല്ല ഉറക്കം വരുന്നു. എനിക്ക് നല്ല തണലുണ്ട്, നല്ല വെയിലും നല്ല കാറ്റും. ഉറക്കം വരാനായിപ്പോണ്ട് ഓരത്ത് എൻ്റെ ഊഞ്ഞാല് വലിഞ്ഞു കയറി വന്നിക്കണ്. ഡേയ് ഇറങ്ങടാ, എന്റെ കാലിൽ നീ ഇരിക്കണം. മനസ്സിലാക്കി നോക്ക്. ആ ഓക്കെ അവിടെ കടന്നുറങ്ങിക്കോ. അങ്ങനെ തന്നെ അതിനവിടെ കടന്നുറങ്ങിക്കോ. അതിനൊക്കെ ഉണ്ട് അവിടെ. 2 ഊഞ്ഞാലിട്ടിട്ടോ ആ പെണ്ണൊക്കെ അവിടെ കടന്നുറങ്ങണോക്ക്. ഞാൻ പോട്ടെ, എനിക്ക് വയ്ക്കുക. അവിടെ ടൈറ്റ് ആവണം, വീതി ചൂടാവണ്ടോ. അത് കുറേ നേരം അവിടെ കടന്നുറങ്ങിയിട്ടുണ്ടല്ലോ, നല്ല ഉറക്കം വരുന്നു. അപ്പോഴാണ് ഈ ചെക്കനൊക്കെ വലിഞ്ഞ് അതിൻ്റെ വലിക്ക് ചാടിക്കയറി വന്നേ. വീട്ടിൽ പോയിട്ട് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ തോന്നില്ല. ഭയങ്കര ചൂട്. ഇപ്പം എന്താ ഇനിയിപ്പോൾ എങ്ങോട്ട് നടന്നു പോവാ? എങ്ങോട്ടേലൊക്കെ നടന്നു പോവാ. അവിടെ പൈതൽ നടന്നു പോയിട്ട് അവിടെ നേരെ തിരിച്ച് വരിക. എന്നിട്ട് മെല്ലെ വീട്ടിൽ കയറിയിട്ട് മെല്ലെ കടന്നുറങ്ങുക. ഞാനിങ്ങനെ നോക്കിയൊക്കെ ഞാൻ അയച്ച് എങ്ങോട്ട് പോകുന്ന സ്ഥലം മാറി വന്നായിരിക്കും അയച്ച്. ആ പേപ്പർ എന്തിനാ പേപ്പർ? എലക്ഷൻ്റെ പേപ്പർ. അത് ഇവൻ്റെ അച്ഛൻ്റെ എലക്ഷൻ്റെ പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി അയാൾ വന്നേ. പണ്ട് അവിടെ ആയിരുന്നു. ഇപ്പം ഇവരും നന്ദു ഓരോ അച്ഛനും എല്ലാവരും പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. ഇപ്പോൾ അവിടുന്ന് സ്ഥലം മാറിയതാണ്. അയാൾ പണ്ടത്തെ ഓർമ്മയിൽ ഇങ്ങോട്ട് കൊണ്ട് തന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് കഴിച്ച് സ്ഥലം മാറിപ്പോയിട്ട് വന്നായിരിക്കുന്നത്. ഇന്ന് ഇവനൊക്കെ പോവാണ് ഗൈസ്. ഇവനൊക്കെ ഇന്ന് വീട്ടിൽ പോവാം. പാവൻ ചക്കെ അവിടുന്ന് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇവനെ തൂക്കിക്കൊണ്ടുവന്നാ. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇവനെ തൂക്കിയതാ. എന്നിട്ട് ഇവൻ ഇന്ന് പോവുക. ഇന്നൊരു 3 മണിയാകുമ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നന്ദു 3 മണിയാകുമ്പോൾ പോവില്ലേ? നന്ദു 5 മണിയൊക്കെ ആകുമ്പോൾ പോവുള്ളൂ. അപ്പോൾ നിനക്ക് നേരത്തെ പോകണ്ട, അങ്ങ് എത്തണേ. ഇപ്പം എന്ത് ചെയ്യും? നേരത്തെ പോവും. ഇപ്പൊ സമയം 3 മണിയാവാനായി പോണേ. 3 മണിയാവാനായി. 4 മണിക്കോ? നന്ദു അവിടുന്ന് ഇത് കൊടുത്തിട്ട് വരുമെന്നാ, പൈസ മേടിച്ചിട്ട് വീട്ടിക്ക്. ഞങ്ങൾ അവിടുന്ന് എന്താ തിരിക്കാം. ഞങ്ങള് എന്താ ശരി, ഞങ്ങൾ ഇവിടുന്ന് തിരിക്കട്ടോ. ഓക്കെ, നീ എത്ര മണിയാകുമ്പോൾ വീട്ടിൽ കയറുന്നേ? ഇപ്പോൾ തന്നെയോ? എന്നാൽ വേഗം പോട്ടെ, ഞങ്ങൾ നടക്കട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്. ആ ഊഞ്ഞാലിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചടക്ക് പോവാ. നിനക്ക് പോകണ്ടെന്ന് പോകാൻ തോന്നുന്നുണ്ടോ? പോകാൻ തോന്നില്ല. എന്നാലും സ്കൂൾ തുറന്നല്ലേ, ചെക്കന് പോയാൽ പറ്റൂ. പോകാനൊന്നുമില്ല, നടക്കണമൊക്കെ. ഞാൻ പൈതരി കൊണ്ടാക്കിയിട്ടുള്ളൂ. അവിടുന്ന് ബാക്കിയാവാൻ പോയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലിയൊക്കെ ആയിട്ട് അവൻ എൻ്റെ വീട്ടിൽ കയറി. എൻ്റെ വീട്ടിൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള അതൊക്കെ വണ്ടിക്കൂലി അതൊക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിൽ കയറും. എന്നിട്ട് അവിടുന്ന് ഡ്രസ്സ് അടിയിട്ട് അവൻ നേരെ അങ്ങോട്ട് പോകും.
നീ എത്ര മണിക്ക് പോണ്? ഇവൻ 4 മണിക്ക് പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണി ഇവനും പോവും. പിന്നെ അവൻ 5 മണിയും കുറേ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. 5 മണി 6 മണിയാകുമ്പോൾ പോകുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അവനും പോവും. പിന്നെ വീട്ടിൽ ഞാൻ തന്നെയാണ് ഗൈസ്. വീട്ടിൽ ഞാൻ തന്നെയാണ് ഒരിതല്ല, ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. ആ നടന്ന് മടുത്ത് ഗൈസ്. ഇവിടെ ഊഞ്ഞാലുണ്ട്, അവരെ കെട്ടി ഊഞ്ഞാല. കുട്ടികളെ എപ്പോഴോ കെട്ടിയ ഊഞ്ഞാല. അവിടെ കുറച്ച് നേരം പോയി ഇരിക്കട്ടെ. പച്ചയിൽ ഞാൻ ഇരിക്കാം. പച്ചയിൽ പച്ചൂഞ്ഞാലിൽ ഞാൻ ഇരിക്കും. മറ്റേ റോസ്റ്റ് ആരെങ്കിലും ഇരുന്നോട്ടെ. കുറച്ചിട്ട് അവിടെ കിടക്കാം. അയ്യോ വയ്യ. ഊഞ്ഞാലിൽ ഇങ്ങനെ കടന്നിട്ടുണ്ടല്ലോ, ഈ കാല് കൊണ്ട് അവിടെ ഇങ്ങനെ ആട്ടുക. ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ. ഇപ്പൊ ഉറങ്ങിപ്പോയേനെ ഗൈസ്. ഇപ്പം ഞാൻ ഉറങ്ങിയ പിന്നെ ഇപ്പം ഒന്നും എണീക്കാറ്റില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ നേരം വൈകിട്ട് ഉറങ്ങിയത്. നേരത്തെ എണീറ്റ് ചെയ്ത് ഇന്നലെ നേരം വൈകി ഉറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഈ ഊഞ്ഞാൽ കടന്നുറങ്ങിയതിനെ ജസ്റ്റ് മിസ്. ഞാൻ കടന്നുറങ്ങില്ലെങ്കിൽ ഞാൻ ഇപ്പം കടന്നുറങ്ങിയേനെ. നിനക്ക് ഉറക്കം വരുന്നില്ലടാ? അവനൊക്കെ അവിടെ കടന്നുറങ്ങി. അവിടെ നല്ല വെയിലടിക്കില്ലേ? നല്ലതാ. എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങി ഗൈസ്. കണ്ടോ, എല്ലാവരും ഒരുങ്ങിക്കണ്. ഓരോരുത്തർ ഒരുങ്ങിയിട്ട് പോകണം. എല്ലാവരും ഒരുങ്ങി. എല്ലാവരും പോകാൻ നിൽക്കുക. ഇവൻ മാത്രം വൈകുന്നേരം പോകുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കണം. എന്താ കുട്ടു നീ ഇങ്ങനെ ഇല്ലേ? എന്താ ഇങ്ങനെ ഇവിടെ ഇത് പോന്ന് നമുക്ക് കൈത്തരോമം കാണുന്നുണ്ടോ? ബാ വീട്ടിൽ പോയേക്കോ. അതിന് കണ്ണി വന്നോ? കൊറേ നല്ല രസം ഇവിടെ കടന്നുറങ്ങ. ഞാൻ കടന്നുറങ്ങ എന്ത് രസം അറിയോ? നല്ല കാറ്റ്, നല്ല വെയില്, നല്ല തണല്. അതാ ശരിക്കും വീണാണ് അഭിനയിച്ചാണോന്ന് അറിയില്ല. എന്താ ചെക്കൻ്റെ സ്കൂൾ കിട്ടുമ്പോഴോ? നീ മേടിച്ച ചെരുപ്പ് എവിടെ? ഇതാണ് നീ മേടിച്ച ചെരുപ്പ്? ഇതല്ല മേടിക്കാൻ പോണല്ലോ. ഏത് മേടിക്കണേ? അഡിദാസ് ഇറക്കും. ഇന്നലെ കണ്ട സാധനം. അഡിദാസ് നമ്മൾ ഇറക്കും. നിങ്ങള് പോയിട്ടോ? ഇവനുണ്ടല്ലോ, നിങ്ങള് പോയിട്ടോ? കൊണ്ടാക്കണ നീ വെയിലത്ത്. നിനക്ക് വഴിക്കും അറിയില്ലേ? കൊണ്ടാക്കാനോ? നിങ്ങള് പോയിട്ടോ? ആദ്യമായിട്ട് നിനക്കെന്താ ആദ്യമായിട്ടുള്ള വഴി അറിയില്ലേ? ആദ്യമായിട്ട് പോ. ഞാൻ വഴി പറഞ്ഞുതരാം. കൂടെ ഈ വഴി നേരെ പോയാൽ മതി. മെയിൻ റോഡ് അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ പോയി ബസ് കയറി. ഊഞ്ഞാല് കടന്ന് ഉറങ്ങിപ്പോയി. നീ എതുക്കൂടെ പോയിട്ട് ഒന്ന് വിളിക്ക. ഊഞ്ഞാല് തന്നെ കണ്ടോ? ഉറങ്ങിയിരുന്നു. ഞാനും എന്തായാലും ഊഞ്ഞാല് കുറച്ച് കടന്നുറങ്ങി. ചെരുപ്പ് മേടിച്ചോ? എന്നിട്ട് ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതപ്പോ ഓനൊക്കെയാണ്, ഞാൻ കണ്ടില്ലല്ലോ. പോവാ, ശരി, ഓക്കെ, ശരി, ചേട്ടാ നീ വിട്ടോ. ശരി. കുറച്ചേരം ഗെയിം കളിച്ചിട്ടേ ഇപ്പൊ വരാട്ടോ. ഗെയിം കളിച്ചിട്ട് കുറച്ചേരം ഉറങ്ങിയിട്ടൊക്കെ വരാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങി എണീറ്റ് ഗൈസ്. ഉറങ്ങി എണീറ്റ് എനിക്ക് നല്ല വിശക്കുണ്ട്. ഉറങ്ങി എണീക്കലും നല്ല വിശക്കുണ്ട്. കുറച്ചധികം എരുടായിക്കണല്ലോ. കുറച്ചധികം എരുടായിക്കണം കേട്ടോ. നല്ല ഉറക്കം ഉറങ്ങി. നല്ല വിശക്കുണ്ട്. നല്ല അടുക്കളയിൽ എത്താനാവുമ്പോ ചിക്കന്റെ മണം. ചിക്കന്റെ മണാണ് പോണേ. ആരും എടുത്തില്ല. ഫസ്റ്റ് നമ്മൾ ഉദ്ഘാടനം നമ്മൾ കഴിക്കാൻ പോട്ടോ. ആരും എടുത്തില്ല. ഉദ്ഘാടനം നമ്മക്കന്നെ കഴിക്കാം. അല്ലാതെ എല്ലാരും ഓരോ റൂമില് മൊബൈല് കളിച്ചിരിക്കുന്നു. ചിക്കൻ കറി. നല്ല ചിക്കൻ കറി. പീസൊക്കെ നോക്ക്. പിന്നെ പീസ് കാലൊക്കെ നോക്ക്. ആഹാ, നല്ല ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിക്കാൻ ഗൈസ്. ഉച്ചക്കൊക്കെ ഉണ്ടാക്കാം. ഉച്ചക്ക് ഞാൻ കുറച്ചേരം കടന്നുറങ്ങി. കുറച്ചേരം കടന്നുറങ്ങി. വെറുതെ കടന്ന അപ്പത്തേക്ക് ഞാൻ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടുകാരായിട്ട് ഇത്ര നേരം ഉറങ്ങരുത്. എണീറ്റൊക്കെ അപ്പൊ നല്ല ചിക്കൻ കറി. പപ്പടം മേടിച്ചോളെ നമ്മളൊക്കെ.
പപ്പടം മേടിച്ചിട്ടില്ല, മറന്നുമില്ല ഇന്നലത്തെ പപ്പടം വിചാരിച്ചു. ചിക്കൻ കറിപ്പിൻ്റെ അപ്പോൾ പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചധികം ഒരു നല്ല ടേസ്റ്റിന്. ചിക്കൻ കറീൻ്റെ ഇപ്പോൾ പപ്പടം ഉണ്ടല്ലോ, അത് മസ്റ്റ് എന്താ അറിയോ, ചിക്കൻ കറിയും പിന്നെ ഒരു പപ്പടവും. ഓഫ് കാര്യം പറയാക്കണല്ലേ. അങ്ങനെ കഴിച്ചിട്ട് കാര്യം പറയണല്ലേ. ഇങ്ങനെ ചോറ് കഴിച്ചിട്ട് അത് ചിക്കൻ കറിയും ചോറൊക്കെ ചോറും ചിക്കൻ കറിയും അല്ലാണ്ട് മിക്സ് ആക്കി കൂട്ടി കഴിച്ചിട്ടേ ഞാനിപ്പോ വരാ കൈസ്. നമ്മള് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, വൈകുന്നേരം ഉറങ്ങിയാലും എനിക്ക് ഇനി നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. എന്താ അറിയില്ല, ഇന്ന് നല്ല ക്ഷീണം, നല്ല ഉറക്കം വരുന്നുണ്ട്. ചോറ് കഴിച്ചിട്ട് നമ്മള് അടിപൊളിയായിട്ട് മുളക് ഇട്ട് ഒരു മുളക് അടിച്ചപ്പോണ്ടല്ലോ, പുകഞ്ഞിക്കണേ, ഈ പുകഞ്ഞിക്കണേ. ഒരു മുളക് ചവച്ച കിട്ടി, ഉള്ളി ചവച്ചങ്ങ് ഇറക്കി എന്താ അറിയില്ല. അപ്പഴേ ചോറിന്റെ ഉള്ളിലായിരുന്നു, അവിടെ ഇറക്കി. എന്തോ എരിവായിരുന്നു ഈ ഭാഗത്ത്. ഒന്നും പറയാക്കണല്ലേ. ഞാൻ ഇപ്പൊ കുറച്ച് ടി വി കാണൂല, ഇപ്പൊ തന്നെ ഞാൻ കടന്നു തുടങ്ങട്ടെ. എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ കടന്നു തുടങ്ങും. പിന്നെ 12 മണിക്ക് എനിക്ക് എണീക്കണം, എനിക്ക് അപ്ലോഡ് ചെയ്യണം. ഒക്കെ മൊബൈലിൽ തന്നെ നമ്മൾ ചെയ്യണേ, ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നില്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് ആളെ കാണാം. ടാറ്റാ.